പറയുന്നത് ഞാനൊരു സ്റ്റോറേജ് റാക്ക് ഉണ്ടാക്കാൻ പോകുന്നു. ഒരു ഈ ടേബിളിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഷെൽഫ് പോലെ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ചെയ്ത് വരുമ്പോൾ എന്താവുന്നറിയില്ല. അപ്പോൾ ആ വീഡിയോ ചെയ്ത് നോക്കാം. ഇത് മമ്മല്ലേ മമ്മന്റെ അല്ലേ? ഇതിന്റെ ടോയ്സിന്റെ ബോക്സ് ആണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ ആ സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കി നോക്കാം. ഞാൻ വിചാരിച്ച പോലെ കിട്ടുമോന്നറിയില്ല. നമുക്ക് നോക്കാം. കുളമാവും അത് സക്സസ് ആവും. കുളമാവും ഞാൻ ഉണ്ടാക്കി. അപ്പൊ നമുക്ക് അപ്പം നമുക്ക് ഈ ബോക്സിൻ്റെ ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലൊരു പ്ലാസ്റ്റിക് ഹോൾഡ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ കാർഡ്ബോർഡ് പീസൊക്കെ എൻ്റെ ആവശ്യത്തിനുള്ള സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കാർഡ്ബോർഡ് പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വാൾപേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് വാൾപേപ്പറും പിന്നെ ഒരു ഗ്രേ ഡിസൈനിലുള്ള ഒരു വാൾപേപ്പറും ഉണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഗ്രേ ഡിസൈനിലുള്ള വാൾപേപ്പറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വൈറ്റ് വാൾപേപ്പർ ഇട്ടേന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഇത് കണ്ടു നോക്കിയിട്ട് പറയണം, ഇതിന് വൈറ്റ് വാൾപേപ്പറാണോ അല്ല ഈ വാൾപേപ്പർ തന്നെയാണോ ഭംഗിയെന്ന്. അപ്പോൾ എല്ലാ കാർഡ്ബോർഡ് പീസിലേക്കും വാൾപേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസും അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നുള്ളത്. ഇത് ശരിക്കും ഒട്ടുന്നുണ്ട് ചോദിച്ചാൽ ഒട്ടുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഓരോരോ സ്ഥലത്തൊന്നും ഇളകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇളകി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് മറ്റേ ഈ ഫ്ലെക്സ് ക്വിക്കൊക്കെ ഉണ്ടാവാറില്ലേ, അതായിരിക്കും ഇതിന് നല്ലതെന്ന് തോന്നി. പിന്നെ എൻ്റെ ആ ഗ്ലൂ ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ പീസും ഇതിലേക്ക് ഒട്ടിച്ചെടുത്ത് ഇത് ഒരു ഓർഗനൈസർ ആക്കി എടുക്കാം. ഞാൻ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്നും ഇതിലൂടെ പറയുന്നില്ല, കാരണം ഞാനിത് എൻ്റെ ടേബിളിനനുസരിച്ചുള്ള സൈസിനാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചും നിങ്ങൾക്ക് ഏത് സൈസിൽ വേണം എന്നുള്ളത് അനുസരിച്ച് വേണം കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം നമ്മുടെ ഓർഗനൈസർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡ്രോവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. ഞാനിവിടെ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു കുഞ്ഞു ബോക്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതുപോലെ 6 ബോക്സാണ് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ 6 ബോക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബോക്സിന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹോൾഡർ ഉണ്ടാക്കണം. എന്ന് വെച്ചെങ്കിൽ ഈ ഡ്രോവർ പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ വേണമല്ലോ. അതിന് എന്താ പറയുക അറിയില്ല, ഒരു ഹുക്ക് പോലെയോ ഹോൾഡർ പോലെയോ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്കെച്ചിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ഈ പോർഷൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം ഇതിന് നീളം കൂടുതലാണ്. എനിക്ക് വേണ്ട ഒരു നീളത്തിനനുസരിച്ചിട്ട് ഞാനിത് കട്ട് ചെയ്ത് മാറ്റാണ്. ഇങ്ങനെ നമുക്ക് 6 കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് ഈ ബോക്സിലേക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് കാണും. അതിനുവേണ്ടി ഞാനൊരു നൈഫ് എടുത്തിട്ട് ഈ ബോക്സിൻ്റെ മിഡിലേക്ക് ഒരു ഹോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഈ സ്കെച്ച് പെന്നിൻ്റെ നിബിൻ്റെ പോർഷൻ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഹോൾസ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട്, നല്ല പെർഫെക്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഹോൾസ് ഒന്ന് പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ സ്കെച്ചിൻ്റെ ബാക്ക് പോർഷൻ ഇതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഹോൾസിലൂടെ അകത്തേക്ക് പോകുന്ന രീതിക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ ഗ്ലൂ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ടൈറ്റായിട്ടാണ് ഉള്ളത്. പിന്നെ എന്തെങ്കിലും ഇളകിപ്പോയാലോ എന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 6 ബോക്സും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സൊക്കെ ഓർഗനൈസറിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം 2 ബോക്സ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് 2 പീസ് ഒട്ടിച്ച് കൊടുക്കണം. ഈ ബോക്സ് ഒട്ടിച്ച് കൊടുക്കാൻ പാടില്ല, ഇതിന് മുകളിലേക്കുള്ള ഈ പീസ് മാത്രമാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ 3 സൈഡിലേക്കും ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. 2 ബോക്സ് വെക്കുക, അതിന് മുകളിൽ 2 പീസ് ഒട്ടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള 2 ബോക്സ് കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡയറീസും ഈ ഷെൽഫിലേക്ക് കുറച്ച് സാധനങ്ങൾക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തെടുത്ത എൻ്റെ ഐഡിയക്ക് അനുസരിച്ചുള്ള ഒരു ഓർഗനൈസർ. ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ ഈ വാൾപേപ്പർ ചേഞ്ച് ആക്കാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചെങ്കിൽ എനിക്കിതൊന്ന് ക്യൂട്ടാക്കി എടുക്കണം എന്നുണ്ട്. അതുമല്ല, ഇതേ വാൾപേപ്പർ എനിക്ക് ടേബിളിൽ കൂടി ഒട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ 2 ഒരേ കളറാകുമ്പോൾ കാണാൻ രസം ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ടേബിൾ മുഴുവനും കളർഫുള്ളായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓർഗനൈസർ മാത്രം ഒന്ന് ഡള്ളായിട്ട് എനിക്ക് കാണുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗനൈസറിലേക്ക് വൈറ്റ് വാൾപേപ്പറും ഈ ടേബിളിലേക്ക് ഈ ഗ്രേ വാൾപേപ്പറും ഒട്ടിച്ചെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഓർഗനൈസറിലേക്ക് വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചിട്ട് ക്യൂട്ട് സ്റ്റിക്കേഴ്സ്, ഇതുപോലെയൊക്കെ സ്റ്റിക്കേഴ്സ് ഈ വാൾപേപ്പർ ഈ ഓർഗനൈസറിലേക്ക് ഒട്ടിച്ചെടുത്തിട്ട് ക്യൂട്ടാക്കി എടുക്കണം എന്നാണ് ഉള്ളത്. അത് ഇനി എങ്ങനെ ആവും എന്നറിയില്ല. അപ്പോൾ എനിക്ക് ടേബിൾ മേക്ക് ഓവർ ചെയ്യുന്നൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഇതിൻ്റെ ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ക്യൂട്ടാക്കാന്ന് പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ബൈ, ലവ് യു ഓൾ.